എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ മിനോക്സിഡിൽ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ മിനോക്സിഡിൽ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചിലപ്പോൾ നിർത്തി കഴിയുമ്പോൾ വന്ന മുടി കൊഴിഞ്ഞു പോകുന്നു. ഞാൻ പറയാലോ, എൻ്റെ പേഷ്യൻസിന് ഞാൻ SCT ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം മിനോക്സിഡിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മെത്തേഡ് ചെയ്യാറുണ്ട്. എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ഞാൻ പറയും. അതായത് ലാസ്റ്റ് സെഷൻ മീൻസ് ബോട്ടിൽ തീരാറാകുമ്പോൾ നമുക്ക് ഏകദേശം 6 മാസം ആകുമ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറയും. ആ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് അത് നിർത്തേണ്ടത്. പല ആളുകൾക്കും ചെറിയ മോഡിഫിക്കേഷൻ നടത്തിയിട്ടാണ് നമ്മളത് പറഞ്ഞു കൊടുക്കാറ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എത്ര പെർസെൻറ്റേജ് മിനോക്സിഡിലാണ് യൂസ് ചെയ്യണത്. അത് ആ ബോട്ടിലിൻ്റെ പുറകിൽ തന്നെ ഉണ്ടാവും. 10% അല്ലെങ്കിൽ 5% അല്ലെങ്കിൽ 2 അങ്ങനെ ശതമാനം എന്ന് എഴുതിയിട്ടുണ്ടാവും. മിനോക്സിഡിൽ യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് മിനോക്സിഡിൽ പ്ലസ് ഫിനസ്ട്രൈഡിൻ്റെ ടോപ്പിക്കൽ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നതാണ്. കാരണം നിങ്ങൾക്ക് ടോപ്പിക്കലായി ഫിനസ്ട്രൈഡ് കിട്ടുന്നതുകൊണ്ട് വലിയ പ്രശ്നവുമില്ല, അതിനൊക്കെ ബെറ്റർ റിസൾട്ടും കിട്ടും. അപ്പോൾ മിനോക്സിഡിൽ പ്ലസ് ഫിനസ്ട്രൈഡിൻ്റെ കോംബോ ആണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് വയ്ക്കാം. അത് 10% ആണ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ടേപ്പർ ചെയ്ത് കൊണ്ടുവരണം. അതായത് ഡെയിലി വൺസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ. ഒരിക്കലും ഞാൻ പറയാലോ, ഒരു കാരണവശാലും നിങ്ങൾ ഡെയിലി ട്വൈസ് യൂസ് ചെയ്യരുത്. അങ്ങനെ യൂസ് ചെയ്താൽ നമുക്ക് നിർത്താൻ വളരെ വളരെ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഡെയിലി വൺസ് മാത്രം യൂസ് ചെയ്യുക. അങ്ങനെ അത്രയും കാലം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പേഷ്യൻറ്റ് കൊടുത്തു, ഡെയിലി വൺസ് ആണ് കൊടുക്കുന്നതൊക്കെ. ഡെയിലി വൺസ് ഇങ്ങനെ യൂസ് ചെയ്ത് ഏകദേശം ഒരു 2 മാസമൊക്കെ ആകുമ്പോൾ പിന്നെ ഒരു കാര്യം കൂടി യൂസ് ചെയ്യുമ്പോൾ ഒരു 0.5 ml അതിൻ്റെ അപ്പുറം എടുക്കരുത്. വളരെ കുറച്ച്. നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ബോഡീൻ്റെ ഡിപ്പെൻഡൻസി മാക്സിമം കുറയ്ക്കുക ഈ മിനോക്സിഡിൻ്റെ മുകളിൽ. അപ്പോൾ ഡിപ്പെൻഡൻസി ആവാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് കൂടുതൽ എമൗണ്ട് ഓഫ് മിനോക്സിഡ് തലയിൽ തേക്കാം, അല്ലെങ്കിൽ കൂടുതൽ നേരം മിനോക്സിഡ് അവിടെ കിടക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കുക. അതായത് 2 മാസമായിട്ട് നിങ്ങളിപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിനോക്സിഡ് 10% എന്ന് വിചാരിക്കും. അങ്ങനെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഘട്ടം എത്തുമ്പോൾ നമുക്ക് നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുക വെച്ചാൽ ടേപ്പർ ചെയ്യണം. ആ ബോട്ടിൽ കഴിയുമ്പോൾ ടേപ്പർ ചെയ്യുക. 10% തന്നെയാണ് വാങ്ങേണ്ടത്. അത് ശ്രദ്ധിക്കുക. അതായത് 10% യൂസ് ചെയ്ത ഒരാൾ അത് 5% വെച്ചിട്ട് ടേപ്പർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുടി ഒഴിച്ചിലുണ്ടാവും. അത് വർക്കൗട്ടായി എന്ന് വരില്ല. അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് ടേപ്പർ ചെയ്യുമ്പോൾ ഞാനത് ശ്രദ്ധിച്ച്, ഇത് എവിടെയും ബുക്കിലോ ടെക്സ്റ്റ് ബുക്കിലോ ഒന്നും എവിടെയും പറഞ്ഞ കാര്യങ്ങളല്ല. എനിക്ക് ഈ 6500 ആളുകളിൽ കണ്ട എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ടേപ്പർ ചെയ്യുമ്പോൾ ഒരിക്കലും, അതായത് കുറച്ച് കൊണ്ടുവരുമ്പോൾ ഒരിക്കലും 10% 5% ആക്കരുത്, അല്ലെങ്കിൽ 5% 2% ആക്കരുത്. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുടി കൊഴിച്ചിൽ ഉണ്ടാവും. അത് കൺട്രോളബിൾ അല്ല. ഓക്കെ, അതിന് പകരം 10% നിങ്ങൾ ഡെയിലി വൺസ് യൂസ് ചെയ്തിരുന്നുണ്ടെങ്കിൽ അത് മെല്ലെ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആക്കുക. ഓൾട്ടർനേറ്റ് ഡേയ്സ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഗ്യാപ്പ് കൊടുത്തിട്ട് ആക്കുക. ആ ഒരു ദിവസം ഗ്യാപ്പ് കൊടുത്തിട്ട് ഇങ്ങനെ പോട്ടെ, കുറച്ച് കാലം പോട്ടെ. അങ്ങനെ ഏകദേശം ഒരു 3/4 ബോട്ടിൽ, രണ്ടാമത്തെ ബോട്ടിലിൻ്റെ 3/4 ആകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു 3 ദിവസം ഗ്യാപ്പ് കൊടുക്കുക. ദിവസങ്ങൾ തമ്മിൽ 3 ദിവസം ഗ്യാപ്പ്, 3 days ഗ്യാപ്പിൽ കൊടുക്കുക. ഈ 3 days ഗ്യാപ്പ് വരുമ്പോൾ, അതായത് തിങ്കളാഴ്ച യൂസ് ചെയ്തു, പിന്നെ ചൊവ്വ ബുധൻ വ്യാഴം യൂസ് ചെയ്തില്ല, വെള്ളിയാഴ്ച യൂസ് ചെയ്യുക. ആ ചൊവ്വ ബുധൻ വ്യാഴം എന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ നൈറ്റിൽ കിടക്കുമ്പോൾ നമ്മളെ ടൊഫാജാക്ക് എന്ന് പറഞ്ഞൊരു ഓയിൽമെൻ്റ് ഉണ്ട്. ടൊഫാജാക്ക് എന്ന് പറഞ്ഞ ആ ഓയിൽമെൻറ്റ് ഇച്ചിരി എടുത്തിട്ട് തലയിൽ തേക്കുക. നമുക്ക് ഉള്ളു വിസിബിളായ ഏരിയയിൽ, അതായത് മിനോക്സിഡിൽ മെയിനായിട്ട് നമ്മൾ ഇറ്റിച്ച ഏരിയയിലൊക്കെ ടൊഫാജാക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നമ്മളെ ഫോളി ഹെയർ എ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് ഉണ്ട്. ഫോളി ഹെയർ എ അത് തന്നെ വാങ്ങണം. ഫോളി ഹെയർ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഉണ്ട്, ഫോളി ഹെയർ എ ഉണ്ട്, AM PM ഉണ്ട്. അതിൽ ഫോളി ഹെയർ എ ആണ് വാങ്ങേണ്ടത്. ഫോളി ഹെയർ എ വാങ്ങുക, അതും കഴിക്കാൻ തുടങ്ങുക. അതായത് ഇപ്പോൾ 3 ദിവസം ബ്രേക്ക് എടുത്തിട്ട് മിനോക്സിഡിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിങ്ങനെ ചെയ്യാൻ. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു. അതായത് തിങ്കളാഴ്ച നിങ്ങൾ മിനോക്സിഡിൽ യൂസ് ചെയ്യുന്നുണ്ട്, അത് പിന്നെ വെള്ളിയാഴ്ച അടുത്ത യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ 3 ദിവസം ഗ്യാപ്പിലുള്ള ദിവസം നിങ്ങൾ ഈ രാവിലെ ഈ ഫോളി ഹെയർ എയും കഴിക്കുക, ഈവനിങ് ടൊഫാജാക്ക് ഓയിൽമെൻറ്റ് തേക്കും ചെയ്യുക. ഏത് മിനോക്സിഡിൽ തേക്കാത്ത ദിവസം. അങ്ങനെ പോയി കുറച്ച് കാലം പോട്ടെ. അങ്ങനെ പോയിട്ട് ഏകദേശം ഒരു 1-1.5 മാസം ആകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പിന്നെ ആഴ്ചയിൽ ഒരിക്കലാക്കുക. ആ ആഴ്ചയിൽ ഒരിക്കലാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ മുടി ഒഴിച്ചിലുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. മുടി ഒഴിച്ചിൽ ആഴ്ചയിൽ ഒരിക്കലാക്കുമ്പോൾ മീൻസ് നിങ്ങളിപ്പോൾ ടൊഫാജാക്ക് ഓയിൽമെൻറ്റ് തേച്ചു അങ്ങനെ കൊണ്ടുവന്നിട്ടാണ് ആഴ്ചയിൽ ഒരിക്കലാക്കുന്നത്. ഈ ആഴ്ചയിൽ ഒരിക്കലാക്കുമ്പോൾ നിങ്ങൾ ടൊഫാജാക്ക് മെല്ലെ മാറ്റിയിട്ട് ഈ ഫോളി ഹെയർ എ ടാബ്ലറ്റ് മാത്രം കണ്ടിന്യൂ ചെയ്യുക.
ഫോളി ഹെയർ എ മാത്രം കണ്ടിന്യൂ ചെയ്യുക ആഴ്ചയിൽ ഒരിക്കലാക്കുമ്പോൾ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കും മുടി കൊഴിച്ചിലുണ്ടോ എന്ന്. അങ്ങനെ ആ ആഴ്ചയിൽ ഒരിക്കലുള്ള ആ ഒരു പ്രോസസ്സ് നിങ്ങൾ കുറച്ച് കാലം കൊണ്ടുപോവുക. അതായത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, ആഴ്ചയിൽ ഒരിക്കൽ മാത്രം തേച്ചാൽ പോരെ. അപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടുള്ള കേസല്ലല്ലോ അത്. നിങ്ങളത് കുറച്ച് കാലം കൊണ്ടുപോയി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കലിൽ നിർത്താൻ പറ്റും. പക്ഷേ ഞാൻ പറയാം, ആഴ്ചയിൽ ഒരിക്കൽ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഫോളി ഹെയർ എ ടാബ്ലറ്റ് കഴിച്ചിരിക്കണം, അല്ലാതെ കൊണ്ടുപോയാൽ മുടി ഒഴിയും. അങ്ങനെ ആ ആഴ്ചയിൽ ഒരിക്കൽ നിർത്തി കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ഫോളി ഹെയർ നിർത്താൻ. ആഴ്ചയിൽ ഒരിക്കൽ കൊണ്ടുപോയി നിങ്ങൾ ഒരു ഘട്ടത്തുമ്പോൾ നിർത്തി കഴിഞ്ഞിട്ട് ഒരു മാസം ഫോളി ഹെയർ എ കഴിക്കുക. അങ്ങനെ കൊണ്ടുപോയാൽ മതി. അങ്ങനെ ആകുമ്പോൾ ഒരു രീതിയിലും കൊഴിച്ചിലുണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇതിനെപ്പറ്റി ഒന്ന് പിക്ചർ കിട്ടും. ആദ്യം തന്നെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായി തോന്നും, നിങ്ങൾക്ക് വീഡിയോ ഒന്നും കൂടി കാണുമ്പോൾ മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ഇതെല്ലാവർക്കും വളരെ ഉപകാരപ്രദമായൊരു വീഡിയോ ആണ്. ഇങ്ങനത്തെ കാര്യങ്ങളും നമ്മളെ ക്ലിനിക്കിൻ്റെ മുടി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാതെ തന്നെ മുടി വരുത്തുന്ന സ്റ്റെം സെൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റ് വഴിയും എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസും കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ബട്ടൺ അടിക്കുക ആൻഡ് ലൈക്ക് ചെയ്യുക ഇഷ്ടമായെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ എന്തൊക്കെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ 10% കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 5 ആണെങ്കിൽ അതിനനുസരിച്ച് ദിവസങ്ങൾ ടേപ്പർ ചെയ്ത് കൊണ്ടുവരാം. ഈ എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു 3 ദിവസം ഗ്യാപ്പ് അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം യൂസ് ചെയ്യുന്ന സമയത്ത് ടോഫാജാക്ക് ഓയിൽമെൻറ്റ് യൂസ് ചെയ്യണം. അത് നിർബന്ധമാണ്. അത് കഴിഞ്ഞ് ആഴ്ചയിൽ ഒരിക്കലാകുമ്പോൾ ടോഫാജാക്ക് വേണ്ട, മറ്റേ ഫോളി ഹെയർ എ മതി. നിങ്ങളൊന്നും കൂടി വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ക്ലിയറായി. താങ്ക് യു.